ശബരിമല വിവാദം തിരിച്ചടിയായെന്ന് ഇപ്പൊ CPM സമ്മതിക്കുന്നുണ്ട്. നേരത്തെ അവരത് അങ്ങോട്ട് തയ്യാറായിരുന്നില്ല അങ്ങോട്ട് സമ്മതിക്കാനേ. ഇപ്പം ഏതാണ്ട് അല്പസ്വല്പമൊക്കെ. എന്നാലും ശബരിമല കൊള്ള വിവാദമെന്നേ പറയുന്നുള്ളൂ, കൊള്ള എന്ന് പറയുന്നില്ല. ശബരിമല അയ്യപ്പ ഭഗവാന്റെ സ്വർണം അവിടുന്ന് അടിച്ചു മാറ്റിയ ആ സംഭവം, അതിനെക്കുറിച്ചല്ല പറയുന്നത്. അത് സംബന്ധിച്ച വിവാദങ്ങൾ അതേ കോൺഗ്രസ്സുകാരും UDF-ഉം BJP-യും എല്ലാം കൂടെ ഗവൺമെന്റിനെ ഉന്നമാക്കി, അതായത് ഗവൺമെന്റ് ആണ് ഇതിന്റെ പിന്നിൽ എന്ന് വരുത്തത്തക്ക രീതിയിൽ വലിയ പ്രചാരണം നടത്തി. അത് കുറെയൊക്കെ ഏശി, ജനങ്ങൾ കുറെയൊക്കെ വിശ്വസിച്ചു. അല്ലാതെ അയ്യപ്പന്റെ സ്വർണം മോഷ്ടിച്ച കേസല്ല, അടിവരയിട്ട് പറയുക. അത് സംബന്ധിച്ചുണ്ടാക്കിയ വിവാദങ്ങൾ, സ്വർണ കവർച്ച വിവാദങ്ങൾ, അത് ഒരു കാരണമായിട്ടുണ്ട്. ഈ വിവാദം സംബന്ധിച്ച് എതിരാളികൾ നടത്തിയ പ്രചരണം, അതിനെ അങ്ങോട്ട് ഫലപ്രദമായിട്ട് നേരിടാൻ പാർട്ടി സംവിധാനത്തിന് കഴിഞ്ഞില്ല. അതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഈ സ്വർണ്ണ കവർച്ച സംബന്ധിച്ചുണ്ടാക്കിയ കാപ്സ്യൂളുകൾ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വിഭാഗം ഉണ്ടാക്കിയ കള്ളപ്രചാരണങ്ങൾ, അതൊന്നും ജനത്തിന്റെ അടുത്ത് ഏശിയില്ലെന്ന്. ചേട്ടാ, നമ്മുടെ ആളുകൾ ഇതിന്റെ പേരിൽ അറസ്റ്റിലായിട്ട് അഴിക്കകത്ത് കിടക്കുകയോ, എന്നിട്ട് നമ്മൾ എന്ത് വിശദീകരണം പറയാനാ? പല പല കാപ്സ്യൂൾ ഇറക്കി നോക്കി, അതുകൊണ്ടൊന്നും പ്രയോജനം ഉണ്ടായില്ല.